ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് വരുന്ന മിക്ക ആളുകളും പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മലമ്പുഴ ഡാം. ഇന്ന് നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളായ തെക്കേ മലമ്പുഴയും അതുപോലെ കവയും ആണ് കാണാനായിട്ട് പോകുന്നത്. ഇതാണ് മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്നും ഇടത്തോട്ടുള്ള വഴി നേരെ പോകുന്നത് തെക്കേ മലമ്പുഴയിലേക്കാണ്. അപ്പോൾ നമുക്കിന്ന് തെക്കേ മലമ്പുഴയിലേക്ക് ആദ്യം പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ തെക്കേ മലമ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു വലിയൊരു പാലമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ എല്ലാ സമയത്തും ഓർമ്മ വരുന്നത് ഞങ്ങളുടെ കല്യാണ ഷൂട്ടായിരുന്നു. കല്യാണത്തിന് ഷൂട്ട് ചെയ്തത് ഈ പാലത്തിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നു. അതേപോലെ ഈ തെക്കേ മലമ്പുഴയുടെ പല ഭാഗങ്ങളും ഞങ്ങളുടെ കല്യാണ ആൽബത്തിലും വീഡിയോയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം. മലമ്പുഴയിൽ ഇപ്പോൾ ഏകദേശം വെള്ളം കുറച്ച് കുറവാണ്. ഇതായിരുന്നില്ല, കാരണം ഇതിനേക്കാൾ വെള്ളം ഉള്ള സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നു. അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഉപ്പിലിട്ടത് കിട്ടുന്ന ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ. ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല, ഞങ്ങൾ നേരെ പോവുകയാണ്. കുറച്ച് പേരൊക്കെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളും ചെറുതായിട്ടൊന്ന് ഇറങ്ങിയൊക്കെ നിന്നു. എന്നിട്ട് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വെള്ളം, അതിന് തൊട്ട് ബാക്കിൽ നല്ല മലനിരകളും നല്ലോണം വെയിലുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും ആ ബാക്ക് വശം കാണാനൊന്നും പറ്റുന്നില്ല. എങ്കിലും വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. മലനിരകളൊക്കെ നല്ല ഷേപ്പിൽ കാണാനായിട്ടൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് അടുത്തൊരു സ്പോട്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും കുറേ ആളുകളൊക്കെ ഇറങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ വന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് തെക്കേ മലമ്പുഴ. അത് നിങ്ങൾക്കത് കണ്ട് തന്നെ ഒന്ന് അറിയണം. എന്ന് വെച്ചാൽ ആ ഒരു ക്ലൈമറ്റും ആ ഒരു പ്രകൃതിയും ആ വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്കും അതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്ക് അടുത്ത് നിന്ന് കാണുമ്പോൾ തന്നെ എന്താ രസം, നിങ്ങൾക്ക് അറിയുന്നില്ലേ? ലച്ചുവിന് ഒരേ നിർബന്ധം വെള്ളത്തിലേക്ക് ഇറങ്ങണമെന്ന്. വേണമെങ്കിൽ കാല് നനച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവൾ കാല് അവിടെ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇരിക്കുകയാണ്. എനിക്ക് പണ്ട് മുതലേ വെള്ളവും കുളവും എല്ലാം പേടിയായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഇനി നമ്മൾ തെക്കേ മലമ്പുഴയിൽ നിന്നും നേരെ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ മലമ്പുഴയിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് റോപ്പ് വേയുടെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ മലമ്പുഴയിലേക്ക് വന്നിട്ടും റോപ്പ് വേ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റോപ്പ് വേയിൽ കയറാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റോപ്പ് വേയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. റോപ്പ് വേയുടെ ടിക്കറ്റ് റേറ്റ് പറയുന്നത് നോർമൽ റേറ്റ് 71 രൂപയും ഫാമിലി ടിക്കറ്റ് 214 രൂപയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. റോപ്പ് വേയുടെ ഒരു റൈഡ് എന്ന് പറയുന്നത് 20 മിനിറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു റോപ്പിൽ 2 പേർക്കാണ് കയറാനായിട്ട് പറ്റുക. ചെറിയ കുഞ്ഞാണെങ്കിൽ മാത്രമാണ് മടിയിൽ വെച്ചിട്ട് കയറാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ലച്ചു വലുതായതുകൊണ്ട് അവൾക്കും വേറൊരാൾക്കും കൂടി കയറാം. അപ്പം ഞാൻ എന്തായാലും കയറിയില്ല. എനിക്ക് ഒന്നാമത് പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്തായാലും ഒഴിഞ്ഞു. അപ്പോൾ ബിനോട്ടനും ലച്ചുവും കൂടിയിട്ടാണ് കയറുന്നത്. ഇനി ബാക്കിയുള്ള വിശേഷം ലച്ചു പറയും. അപ്പം നമ്മളങ്ങനെ റോപ്പിൽ കയറി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മലമ്പുഴ ഡാമും എല്ലാം ഗാർഡനും എല്ലാം വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് പൈസ കൊടുത്ത് ഗാർഡൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. റോപ്പിൽ കയറിയാൽ മതി. ഗാർഡൻ മൊത്തം ചുറ്റിക്കണ്ട് തിരിച്ച് വരാം.
ഞാൻ ലച്ചുവാണേ. ഈ കാണുന്ന 2 കാലും എൻ്റെയും എൻ്റെ അച്ഛൻ്റെയുമാണേ. അമ്മ വന്നിട്ടില്ല. അമ്മയ്ക്ക് പേടിയാവണ അമ്മ വന്നില്ല. സത്യം പറയാലോ, അമ്മ വന്നാൽ ചെറുതായി ഒന്ന് തലകറങ്ങും. അതിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് ചെറുതായി താഴേക്കൊക്കെ നോക്കി തലകറങ്ങി. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ. പക്ഷേ ഇതിലൂടെ വെള്ളം വരാത്തത് കൊണ്ട് കാണാൻ അത്രയ്ക്കും ഭംഗിയില്ല. എന്നാലും നമ്മുടെ മലമ്പുഴ ശിറ്റല്ലേ. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറേ അടുത്തുള്ള റോപ്പ് മെമ്പേഴ്സ് എന്നെ നോക്കി ടാറ്റ കാണിച്ചു. അപ്പം ഞാൻ തിരിച്ചും ടാറ്റ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. താഴെയുള്ള ആൾക്കാരോടും ടാറ്റ കാണിക്കുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ എനിക്ക് ചെറുതായി പേടിയൊക്കെ വന്നു. അച്ഛനുള്ളതുകൊണ്ട് വലിയ പേടിയൊന്നും തോന്നിയില്ല. ഇതാണ് നമ്മുടെ ബോട്ടിംഗ്. പക്ഷെ ഇതിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ മലമ്പുഴ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പോകണം. മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത്. അങ്ങനെ കറങ്ങി ഞങ്ങൾ തിരിച്ച് കയറിയ സ്ഥലത്ത് എത്തി. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കിടിലൻ സാധനമാണ്. മലമ്പുഴയ്ക്ക് വരുന്നവർ മസ്റ്റ് ട്രൈ ആണേ. ഞങ്ങൾ അങ്ങനെ അവിടെ എത്താറായി. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, താഴെ അമ്മ ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. വേറെ എവിടെയല്ല, കവയിലേക്കാണ്. അപ്പം നമ്മുടെ മലമ്പുഴ ഗാർഡൻ്റെ വലതുഭാഗത്തേക്കുള്ള റോഡ് ആനക്കൽ റോഡാണ്. ആനക്കൽ റോഡിലൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നു വെച്ചാൽ കവയിലേക്ക് എത്താം. അപ്പോൾ നല്ല ഒരുപാട് മലകളും കുന്നുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ഈ കവ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അവിടെ കൂടുതലായിട്ടും നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങളത് ഒന്നും ട്രൈ ഒന്നും ചെയ്തില്ല. അപ്പോൾ അവിടെ നല്ലൊരു ഊഞ്ഞാലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾ ചെയ്തതാണെന്നാണ് തോന്നുന്നത്. അതിലൊക്കെ കുറേ നേരം ആടി. ഒരുപാട് സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മലമ്പുഴയും മലമ്പുഴ ഗാർഡനും അതുപോലെ നമ്മുടെ തെക്കേ മലമ്പുഴയും കവയും റോപ്പ് വേയും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുവരെയായിട്ടും ഇവിടെ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വന്നിരിക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.